empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പരിശുദ്ധ വചനത്തിൽ നിന്നും നമ്മുടെ പൂർവ്വ മാതാവായ സാറായെ കുറിച്ച് നമ്മൾ പഠിച്ചു വരികയായിരുന്നു. പ്രിഷില്ല പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തകനായ ദാവീദ് 37 അധ്യായം 23, 24 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല. കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വചനം നമ്മൾ പഠിച്ച സാറായുടെ ജീവിതത്തിൽ എത്രമാത്രം കൃത്യമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. സാറായുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, വിശ്വാസത്തിന്റെ തലങ്ങളിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും മാരകമാകാതെ കർത്താവ് അവളുടെ കയ്യിൽ പിടിച്ചിരുന്നതായി നമ്മൾ പഠിച്ചു. നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ജീവിതങ്ങളിലും ഒത്തിരിയേറെ വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകാം. എന്നാൽ കർത്താവിനോട് ചേർന്ന് നടന്നവരാണെങ്കിൽ ആ വീഴ്ചകൾ മാരകമാകാതെ സൂക്ഷിക്കാൻ കർത്താവ് ശക്തനാണ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ കരങ്ങളിൽ മുറുക്കെ പിടിച്ച് നമ്മുടെ ജീവിത യാത്രയിൽ മുൻപോട്ട് പോകാം. വീഴ്ചകൾ സംഭവിച്ചേക്കാം, എന്നാൽ അത് മാരകമാകാതെ കാക്കാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ബോധ്യത്തോടെ നമുക്ക് സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഇന്നത്തെ ഈ ശുശ്രൂഷകളിലേക്ക് ആത്മാവിന്റെ ആ ഒരു കൃപ, ഒരു അഭിഷേകം നിറയുവാനായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന നമ്മുടെ ആ സാഹചര്യത്തിൽ ഇരുന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഏക മനസ്സോടെ ഐക്യത്തിലായിരുന്ന് നമുക്ക് നമ്മുടെ കർത്താവിനെ, വീഴ്ചകളിൽ നമ്മെ താങ്ങുന്ന, മാരകമാകാതെ നമ്മുടെ കൈകളിൽ മുറുക്കെ പിടിച്ച് നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളെ കാക്കുന്നതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. പരിപൂർണമായും ഏറ്റെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വരണമേ, ഈ ശുശ്രൂഷയിൽ വ്യാപരിക്കണമേ. ഹല്ലേലൂയ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഞങ്ങളെ കാക്കുന്ന, ഞങ്ങളെ കാത്ത് പരിപാലിക്കുന്ന ഈശോയേ, സ്നേഹിച്ചാൽ പോരാ, ഈശോയേ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഹല്ലേലൂയ. എനിക്കുള്ളതിനേക്കാൾ, എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. ആത്മാർത്ഥമായി ഏറ്റു പറയാം. എനിക്കുള്ളതിനേക്കാൾ, എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, ആരാധന ഈശോയേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, ഞങ്ങൾ ഏറ്റു പറയുന്ന കർത്താവേ, ഇത്രയും ആരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. വീഴാതെ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന, വീഴാതെ ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ഞങ്ങളുടെ കർത്താവേ, അങ്ങേ ഇത്രയും സ്നേഹിച്ചാൽ പോരാ കർത്താവേ, ഞങ്ങൾ ഏറ്റു പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ഞങ്ങൾ ഓരോരുത്തരും ഈശോയുടെ ഹിതാനുസരണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, ഈശോയുടെ കൈവിട്ട് ഒരിക്കലും പോകാതെ എപ്പോഴും കർത്താവിനോട് ചേർന്ന് നടക്കുന്നവരായി മാറുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ കർത്താവിന് സാക്ഷ്യം നൽകുന്ന കുടുംബങ്ങളായി മാറുവാൻ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ സാറായെക്കുറിച്ച് പഠിച്ചു വരികയായിരുന്നു. സാറായുടെ ജീവിതത്തിന്റെ ആകെത്തുക എന്തെന്ന് നമുക്കൊരു വചനത്തിൽ നിന്ന് വ്യക്തമാകും. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അവിടെ 1-ാം വാക്യത്തിൽ സാറായുടെ ഭർത്താവായ അബ്രാഹത്തെക്കുറിച്ച് തിരുവചനം ഒരു കാര്യം പറയുന്നുണ്ട്. അബ്രാഹത്തിന് പ്രായമേറെയായി കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു. അതേസമയം തന്നെ നമുക്ക് സുഭാഷിതങ്ങൾ 31-ാം അധ്യായത്തിലേക്കൊന്ന് പോകാം. അവിടെ 11-ാം വാക്യത്തിൽ തിരുവചനം പറയുകയാണ്, ഭർത്താവിന്റെ ഹൃദയം അവളിൽ വിശ്വാസമർപ്പിക്കുന്നു. ഒരു ഉത്തമയായ ഭാര്യയിൽ വിശ്വാസമർപ്പിക്കുന്നു. അവന്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ അബ്രാഹാം എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹീതനായിരുന്നു എന്ന് തിരുവചനം പറയുന്നുണ്ടെങ്കിൽ, എപ്പോഴും അബ്രാഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ സാറ അവൾ ഒരു ഉത്തമയായ ഭാര്യയായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം. തിരുവചനത്തിൽ നിന്നും അതാണ് കർത്താവ് നമ്മോട് പറയുന്നത്. അതായത് തന്റെ കുടുംബ ജീവിതത്തിൽ സാറ എത്രമാത്രം വിജയിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ആഴ്ച തന്റെ വിശ്വാസ ജീവിതത്തിൽ സാറ എപ്രകാരമാണ് നമുക്ക് മാതൃകയാകുന്നത് എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ സാറയുടെ ജീവിതത്തിലൂടെ നാം ഓരോരുത്തർക്കും കർത്താവ് വലിയൊരു പാഠം നൽകുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 145-ാം അധ്യായം അവിടെ 13-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം തിരുവചനം അവിടെ പറയുകയാണ്, അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. ഈ ഒരു തിരുവചനമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഉറപ്പാണ് സാറായുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് ഏറ്റവും അധികമായി ലഭിക്കുന്നത്. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. തികച്ചും അസാധ്യമായ, മാനുഷികമായി ചിന്തിച്ചാൽ തികച്ചും അസാധ്യമായ ഒരു കാര്യമാണ് ഇവിടെ കർത്താവ് തന്റെ വാഗ്ദാനം നിറവേറ്റാനായി സാറായുടെ ജീവിതത്തിൽ അനുവർത്തിച്ച് കാണിച്ചത്, സാറായുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചത്. മാനുഷികമായി ഒരിക്കലും അത് സാധ്യമല്ല. എന്നാൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് അതവിടെ സാധ്യമാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായം അവിടെ 19-ാം വാക്യത്തിൽ തിരുവചനം പറയുകയാണ്, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുതപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല. പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ? പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ? കർത്താവ് ഒരു വലിയ ചോദ്യം പോലെ നമ്മോട് ചോദിക്കുകയാണ്. പറഞ്ഞത് ചെയ്യാതിരിക്കാൻ കർത്താവ് മനുഷ്യനല്ല എന്ന്. ഉറപ്പായിട്ടും തന്റെ വാഗ്ദാനങ്ങളിൽ പരിപൂർണമായും വിശ്വസ്തനാണ് താൻ എന്ന് കർത്താവ് തന്നെ നമ്മോട് പറയുകയാണ്. ഇത് പരിശുദ്ധ ബൈബിളിലെ അനേകരുടെ ജീവിതത്തിലൂടെ കർത്താവ് തെളിയിച്ചു തന്നതുമാണ്. ആദ്യം മുതൽ അവസാനം വരെ ഒത്തിരിയേറെ വാഗ്ദാനങ്ങൾ കർത്താവ് പലർക്കും നൽകിയിട്ടുണ്ട്, നമുക്കും നൽകിയിട്ടുണ്ട്. ഇതുവരെ നടത്തിയ എല്ലാ വാഗ്ദാനങ്ങളും പലരുടെ ജീവിതത്തിലും കർത്താവ് അത് നിറവേറ്റി കാണിച്ചു.
മാനുഷികമായി സാധ്യതകൾ ഇല്ലാതിരുന്നിട്ടും സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നിട്ടുമെല്ലാം തന്റെ സർവ്വാധിപത്യത്താൽ തന്റെ വാഗ്ദാനങ്ങളെ നിറവേറ്റുന്ന ഒരു കർത്താവിനെയാ പരിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നത്. നമുക്ക് അബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. സാറയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്, എങ്കിലും അബ്രാഹത്തിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം, അവിടെ 5-ാം വാക്യത്തിൽ കർത്താവ് അബ്രാഹത്തിന് ഒരു വാഗ്ദാനം നൽകുകയാണ്. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു. അബ്രാഹത്തെ തന്റെ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് കർത്താവ് പറയുകയാണ്, ആകാശത്തേക്ക് നോക്കുക, ആകാശത്തേക്ക് നോക്കുക. ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ കഴിയുമോ? ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും നിന്റെ സന്താന പരമ്പരയും അതുപോലെയായിരിക്കും. അതുപോലെയായിരിക്കും. കർത്താവ് ഈ വാഗ്ദാനം അബ്രാഹത്തിന് നൽകുമ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം പോലെ ആയിരിക്കും നിന്റെ സന്താന പരമ്പര എന്ന് പറയുമ്പോൾ അബ്രാഹത്തിന് ഒരു കുഞ്ഞു പോലുമില്ല, അതിനുള്ള സാധ്യതയുമില്ല. മാനുഷികമായി അവർ വാർദ്ധക്യത്തിലെത്തി എല്ലാ സാധ്യതകളും കഴിഞ്ഞ ഒരു സമയത്ത് കർത്താവ് ഇത്ര വലിയ വാഗ്ദാനം നൽകുകയാണ്. എന്നാൽ തുടർന്ന് എന്താ സംഭവിച്ചേ? ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം, അവിടെ 5-ാം വാക്യത്തിൽ തിരുവചനം പറയുകയാണ്, അബ്രാഹത്തിന് 100 വയസ്സുള്ളപ്പോഴാണ് അബ്രാഹത്തിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത്. ഇസഹാക്ക് ജനിച്ചത്. തന്റെ വാഗ്ദാനം കർത്താവ് നിറവേറ്റി തുടങ്ങുകയാണ്. അവിടെ ഇസഹാക്കിന് ജന്മം ലഭിക്കുകയാണ്. തുടർന്ന് നമുക്ക് ചരിത്രം അറിയാം. ഇത്രയേറെ കാലങ്ങൾ കഴിഞ്ഞു, നമ്മൾ പുതിയ നിയമത്തിലേക്ക് എത്തി. ഹെബ്രായ പുസ്തകത്തില് 11-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഹെബ്രായ ലേഖന കർത്താവ് എഴുതി വച്ചിരിക്കുകയാണ്, അതിനാൽ ഒരുവനിൽ നിന്ന് അതും മൃതപ്രായനായ ഒരുവനിൽ നിന്ന് ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണൽത്തരികൾ പോലെയും വളരെ പേർ ജനിച്ചു. കർത്താവ് തന്റെ വാഗ്ദാനം നിറവേറ്റുകയാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വലിയ സന്താന പരമ്പരകളെ നൽകി കർത്താവ് അബ്രാഹത്തെ അനുഗ്രഹിക്കുകയാണ്. കർത്താവ് നേരത്തെ നമ്മോട് പറഞ്ഞതുപോലെ വ്യാജം പറയുന്നവനല്ല നമ്മുടെ കർത്താവ്. പറഞ്ഞത് നിറവേറ്റുക തന്നെ ചെയ്യും. വീണ്ടും ദാവീദിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം, അവിടെ 7-ാം അധ്യായം 16-ാം വാക്യത്തിൽ ദാവീദിന് കർത്താവ് ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. നിന്റെ കുടുംബവും രാജത്വവും എന്റെ മുൻപിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. മാനുഷികമായി നോക്കിയാൽ ഇത് സാധ്യമാണോ? നിത്യതയോളം നിലനിൽക്കുന്ന ഒരു സിംഹാസനം, ആ ഒരു പരമ്പര, അത് സാധ്യമാണോ? എന്നാൽ പറഞ്ഞത് നിറവേറ്റുന്നവനായ കർത്താവാണ് ഇത് സംസാരിച്ചത്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം, അവിടെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ദാവീദ് രാജാവിന്റെ ആ ഒരു വംശത്തിലേക്ക് വന്നത് മൂലം നിത്യമായ ആ ഒരു രാജത്വം ദാവീദിന്റെ വംശത്തിൽ നിലനിൽക്കുകയാണ്. എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണെങ്കിലും സർവാധിപനായ നമ്മുടെ കർത്താവ് വാഗ്ദാനങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. ഇനിയും ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കും. പഴയ നിയമത്തിലെ ജോഷുവ തന്റെ ജനത്തോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ജോഷുവയുടെ പുസ്തകം 23-ാം അധ്യായം, അവിടെ 14-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് തിരുവചനത്തിൽ ഇപ്രകാരമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ ദൈവമായ കർത്താവ്, ജോഷുവ തന്റെ ജനത്തോട് ഉറപ്പിച്ച് പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിശിഷ്ടമായ കാര്യങ്ങളിൽ ഒന്നുപോലും സഫലമാകാതിരുന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി അറിയാമല്ലോ.
നിങ്ങൾക്കു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എല്ലാം നിറവേറി, എല്ലാം നിറവേറി, ഒന്നും വിഫലമായിട്ടില്ല. ജോഷുവ പ്രവാചകൻ തന്റെ ജനത്തോട് ഉറപ്പിച്ച് പറയുകയാണ്, നിങ്ങളോട് പറഞ്ഞതെല്ലാം കർത്താവ് നിറവേറ്റി കാണിച്ചു എന്ന്. വീണ്ടും നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഒത്തിരിയേറെ സ്ഥലത്ത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. പ്രതികൂലമായ സാധ്യതകള്, പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോഴും വളരെ വിശിഷ്ടമായ രീതിയിൽ, ശ്രേഷ്ഠമായ രീതിയിൽ കർത്താവ് ഇടപെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത്രയേറെ ഉറപ്പ് നമുക്കുണ്ട്. ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കർത്താവ് പൂർത്തീകരിക്കുമെന്ന്. എത്രയോ മഹത്തായ വാഗ്ദാനങ്ങൾ പരിശുദ്ധ വചനം നമുക്ക് മുൻപിൽ നൽകുന്നുണ്ട്. അതൊക്കെ വിശ്വസിക്കാൻ, എന്റെ ജീവിതത്തിൽ ഇത് നടക്കും എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവിനെ നമ്മൾ പരിപൂർണമായി വിശ്വസിക്കുന്നുണ്ടോ? സാറായുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടതാണ്, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് കർത്താവ് എന്ന് സാറ വിശ്വസിച്ചു. അതായിരുന്നു അവളുടെ ജീവിതത്തിൽ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടാനായിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രേരക ശക്തി. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും വാഗ്ദാനങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ കർത്താവിൽ, ആ നിറവേറ്റുന്നവനായ കർത്താവിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. ഒത്തിരിയേറെ വാഗ്ദാനങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. എത്ര വലിയ പ്രതികൂലങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിലും, എത്ര വലിയ വിഷമങ്ങളെ നമ്മൾ നേരിടുന്നെങ്കിലും കർത്താവ് പറയുന്നുണ്ട്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം അവിടെ 10 വാക്യത്തിൽ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. എത്ര വലിയ പ്രതികൂലത്തിന് മുൻപിലും ഈ ഒരു വചനത്തിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമുക്കത് പോരെ പ്രിയപ്പെട്ടവരെ. എങ്ങനെയാണെങ്കിലും നമുക്ക് മുൻപോട്ട് പോകാനായി സാധിക്കും. തന്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് നമ്മെ താങ്ങി നിർത്തി നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഒരു കർത്താവാണ്. എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഒരു കർത്താവാണ് താൻ എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്, വ്യാജം പറയാത്തവനാണെന്നും കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വചനത്തിൽ വിശ്വസിച്ചൂടെ? അതായിരിക്കണം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മെ മുൻപോട്ട് നയിക്കുന്ന പ്രേരക ശക്തി. എത്ര വലിയ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ആഞ്ഞടിച്ചാലും എന്റെ കർത്താവ് അറിയാതെ ഇതൊന്നും വന്നതല്ല, കർത്താവ് എന്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ് നമ്മെ കൂടുതലായി ധൈര്യപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ 23 അധ്യായം 4 വാക്യത്തിലും കർത്താവ് എന്താ പറയുന്നേ? മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. ദാവീദ് രാജാവിന് ഈ ഒരു ഉറപ്പുണ്ടായിരുന്നു. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നപ്പോഴും, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നപ്പോൾ പോലും ദാവീദ് രാജാവിന് ഒട്ടും ഭയമില്ലായിരുന്നു. കാരണം കർത്താവ് തന്റെ കൂടെയുണ്ടെന്ന് ദാവീദ് രാജാവിന് ഉറപ്പായിരുന്നു. ഈ ഒരു ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് നമ്മൾ സ്വന്തമാക്കേണ്ടത്. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവ് പറയുന്നതും അത് തന്നെയാണ്. തന്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരായി നാം ഓരോരുത്തരും മാറണമെന്ന്. കൊറിന്തോസുകാർക്ക് എഴുതിയ 2 ലേഖനം അവിടെ 6 അധ്യായം 18 വാക്യത്തിൽ വളരെ വിശിഷ്ടമായ ഒരു ഉറപ്പ് കർത്താവ് നൽകുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. നമ്മുടെ പിതാവാണ് താൻ എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുകയാണ്. സർവശക്തനായ കർത്താവിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ് നാം ഓരോരുത്തരും. പിന്നെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? എന്ത് തന്നെ വന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ ഇത് പോരെ. സർവശക്തനായ കർത്താവാണ് എൻ്റെ പിതാവ്. പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടുന്നേ? എന്തിനെ നേരിടാനും ഞാൻ എന്തിനാ ഭയപ്പെടുന്നേ?
ആ പിതാവ് നൽകിയ വലിയൊരു മറ്റൊരു വാഗ്ദാനമുണ്ട്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം, അവിടെ 2-ാം അധ്യായം 25-ാം വാക്യത്തിൽ തിരുവചനം പറയുകയാണ്, അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. നിത്യജീവൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം ഈ നിത്യജീവനാണ്. കർത്താവ് അത് വാഗ്ദാനമായി നമുക്ക് നൽകിയിരിക്കുകയാണ്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് താൻ എന്ന് കർത്താവ് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നേ? നമ്മുടെ ലക്ഷ്യം അതല്ലേ, നിത്യതയിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന ആ ഒരു ജീവിതം. അത് നമുക്ക് വാഗ്ദാനമായി ലഭിച്ചിട്ടുള്ളതാണ്. എത്ര വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ നേരിടുമ്പോഴും ഈ ലോക ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ യാതൊരു നിർവാഹവും ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറയുന്ന കർത്താവാ നമ്മുടെ പിതാവ്. ആ പിതാവിന്റെ ഏറ്റവും വലിയ വാഗ്ദാനമാ നിത്യജീവൻ. ഈ ഒരു വാഗ്ദാനം നമുക്ക് സ്വന്തമാക്കാം. സാറ നമ്മെ ജീവിച്ച് കാണിച്ചതുപോലെ തനിക്ക് ലഭിച്ച വാഗ്ദാനം അവൾ വിശ്വാസം മൂലം നേടിയെടുത്തു. അതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദാനങ്ങൾ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് അത് സ്വന്തമാക്കി നമ്മുടെ വിശ്വാസ യാത്ര നമുക്ക് കർത്താവിനോട് ചേർന്ന് എപ്പോഴും നമ്മോട് കൂടെയുള്ള, ഉറപ്പ് നൽകി നമ്മെ സഹായിക്കുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവിനോട് ചേർന്ന് നമ്മുടെ വിശ്വാസ യാത്ര നമുക്ക് പൂർത്തീകരിക്കാം. സാറായുടെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് നൽകിയ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം. കർത്താവിനോട് ചേർന്നുള്ള ഒരു ജീവിതം, കുടുംബത്തിന് അനുഗ്രഹമായിട്ടുള്ള ഒരു ജീവിതം നമുക്കും സാറായെ പോലെ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാം. അതിൽ ലഭിക്കാനുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് സാറായിലൂടെ കർത്താവ് നൽകിയ എല്ലാ ആഹ്വാനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അതെല്ലാം നമുക്ക് സ്വന്തമാക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ മുൻപിൽ സന്തോഷത്തോടെ മനസ്സ് തുറന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ഞങ്ങളെ കരുതുന്ന കർത്താവേ, ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ എപ്പോഴും കൂടെ ആയിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കാൽ വഴുതാതെ എപ്പോഴും ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന കർത്താവേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഞാൻ കരുതുന്നവൻ നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകില്ല. നിന്റെ പരിപാലകൻ ഉറങ്ങുകില്ല. കർത്തനായവൻ ഞാൻ കരുതുന്നവൻ നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകില്ല. നിന്റെ പരിപാലകൻ ഉറങ്ങുകില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ഞാൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. കൈവിടുകില്ല, വാക്കുമാറുകയില്ല. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഈശോയെ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഉറ്റവരുടയവർ കൈവിട്ടാലും പ്രതികൂലങ്ങളുടെ നിന്നെ ഒരു നാളും കൈവിടുകില്ല. പെറ്റതള്ള നിന്നെ മറന്നിടിലും ആ ഒരു അവസ്ഥയിൽ ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ഞാൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. കൈവിടുകില്ല, വാക്കുമാറുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ഞാൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. കൈവിടുകില്ല, വാക്കുമാറുകയില്ല. കൈവിടുകില്ല, വാക്കുമാറുകയില്ല. കൈവിടുകില്ല, ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന, വീണുപോകാതെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന, പ്രതികൂലങ്ങളുടെയും ഒറ്റപ്പെടുത്തലിന്റെയും ഒക്കെ നടുവിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈശോയെ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളെ ഒരിക്കലും കൈവിടാതെ ഭയപ്പെടേണ്ടെന്നും പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ.
ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സാറായുടെ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു. സാറായുടെ ജീവിതത്തിലൂടെ കർത്താവ് നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ, കർത്താവിൻ്റെ ആഹ്വാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനായി നമുക്ക് ശ്രമിക്കാം. പ്രാർത്ഥിച്ച് ആ ഒരു അഭിഷേകം നമുക്ക് നേടിയെടുക്കാം. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കണം. ഷെക്കേന ന്യൂസിനെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും നിങ്ങളുടെ പ്രാർത്ഥനകളുടെ കരം ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളും നിയോഗങ്ങളും ഒപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.